വാർത്താമഴയിലേക്ക് വീണ്ടും ഫസ്റ്റ് ഓൺ 24. സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക ഭരണത്തിനെതിരെയെന്നും CPIM. തുടർച്ചയായി LDF ഭരിച്ചിരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരായ വികാരം പ്രതിഫലിച്ചു. ഇത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് പരിഹാരം കാണുന്നതിൽ സംഘടനാ വീഴ്ചയുണ്ടായി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള പാർട്ടി കമ്മിറ്റികൾക്ക് വീഴ്ചയുണ്ടായി എന്നും വിമർശനം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പത്മകുമാറിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണായുധമായെന്നും വിമർശനം. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ശ്രീജിത്ത്, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം അവലോകനം ചെയ്യാനായി ചേർന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടായത്. സംസ്ഥാനത്ത് സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, അത്തരമൊരു ജനവിധിയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. എന്നാൽ CPIM LDFും കാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക ഭരണകൂടങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള എതിർപ്പുണ്ടായിരുന്നു. ആ എതിർപ്പാണ് വലിയ തോൽവിക്ക് ഇടയാക്കിയതെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിഗമനം. ആ എതിർപ്പ് മുൻകൂട്ടി കാണുന്നതിലും പരിഹാര നടപടികൾ എടുക്കുന്നതിലും പാർട്ടിക്ക് സംഘടനാപരമായ വീഴ്ച പറ്റിയെന്ന വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഈ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന പാർട്ടിയുടെ സബ് കമ്മിറ്റികൾക്ക് വീഴ്ച പറ്റി, അവർ ഇക്കാര്യത്തിൽ കുറ്റകരമായ വീഴ്ച ഉണ്ടായി എന്നുള്ള വിമർശനമാണ് ഉണ്ടായത്. ശബരിമല ഏതെങ്കിലും തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ള പിടിച്ചെടുച്ചു എന്ന് CPIM നിരീക്ഷിക്കുന്നില്ല. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെതിരെ നടപടി വൈകിയത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ എതിരാളികൾ പ്രചരണ വിഷയമാക്കി. അത് പാർട്ടിക്കെതിരായ ഒരു പ്രചരണായുധമായി തന്നെ മാറി. അത് എതിരാളികൾ ഫലപ്രദമായി ഉപയോഗിച്ചു. എന്നാൽ പാർട്ടി പത്മകുമാറിനെതിരെ നടപടിയെടുക്കുന്ന കാര്യത്തിൽ സ്വീകരിച്ച സമീപനത്തിൽ ഒരു തെറ്റുമില്ല എന്നാണ് സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരിക്കുന്നത്. കാരണം സംഘടനാപരമായി എടുത്ത നടപടികൾ പൂർണ്ണമായും ശരിയാണ്. കുറ്റപത്രം വരാതെ നടപടിയെടുക്കാൻ കഴിയില്ല എന്നത് പാർട്ടിയുടെ എക്കാലത്തെ നിലപാടാണ്. അതാണ് പത്മകുമാറിന്റെ കാര്യത്തിൽ സ്വീകരിച്ചത്. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു പ്രചരണ വിഷയമായി. പാർട്ടിയുടെ ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അതിവേഗം തിരുത്തൽ നടപടികൾ ആരംഭിക്കാനുള്ള തീരുമാനവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൈക്കൊണ്ടിട്ടുണ്ട്. ചില തിരുത്തൽ നടപടികൾ ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിച്ചു. ഇതിന്റെ ഭാഗമായിട്ടാണ് നാളെ അടിയന്തരമായി LDF യോഗം വിളിക്കുന്നത്. കേന്ദ്രവിരുദ്ധ പ്രക്ഷോഭം കൂട്ടായി നടത്തുന്നതിനുള്ള തീരുമാനമെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ LDF വിളിക്കുന്നത്. കേന്ദ്ര വിഹിതം ലഭിക്കാൻ വൈകുന്നത്, വായ്പാ പരിധി വെട്ടിക്കുറച്ചത്, ഒപ്പം തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റുന്ന അടക്കമുള്ള കാര്യങ്ങൾ, ഈ വിഷയങ്ങളിൽ ഊന്നി വലിയ തോതിലുള്ള കേന്ദ്രവിരുദ്ധ പ്രചരണം നടത്താനാണ് തീരുമാനം. ഇതോടുകൂടി പ്രവർത്തകരുടെ മനോവീര്യം, ആത്മവീര്യം നഷ്ടപ്പെടാതെ കാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് CPIM സംസ്ഥാന സെക്രട്ടറി ഉയർന്നത്. നാളെ സംസ്ഥാന സമിതിയിലെ ചർച്ചകൾക്ക് ശേഷമായിരിക്കും അവലോകനം അന്തിമമാക്കുക. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമില്ല എന്നും ഭരണവിരുദ്ധ വികാരം പ്രാദേശിക ഭരണത്തിനെതിരെയാണെന്നും CPIM വിലയിരുത്തുന്നു. ആർ ശ്രീജിത്ത് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.